സ്കൂൾ ബസ് ഇറങ്ങിയിട്ട് മക്കൾ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുക എന്തോ ഒരു സംഭവം ഉണ്ടെന്ന്. വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തൊരു പൂച്ച വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൂച്ചയാണ് കേട്ടോ. ഇതൊരു 2-3-4 ദിവസമായിട്ട് ഈ നമ്മുടെ വീടിന് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എവിടുന്നോ വഴിതെറ്റി വന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ പേര് പൂച്ചേനെയൊക്കെ വളർത്തുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പൂച്ച നമ്മുടെ ഈ ക്യാമ്പിംഗ് പെട്ടിയിലാണ് മിക്കവാറും വിശ്രമം. അല്ലാത്ത സമയത്ത് ഈ മണ്ണിൻ്റെ അടുത്ത് പോയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും മണ്ണിൽ പോയിരിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളെപ്പോഴും നനച്ചൊക്കെ കൊടുക്കുന്നതാണല്ലോ. ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന കണ്ടിട്ട് പൂച്ച അവിടെ നിന്ന് വേഗം മാറിപ്പോയി. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഇരുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡിലും ആളൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് കേട്ടോ ഇരുന്നത്. എത്രയൊക്കെ വിൻ്ററാണെന്ന് പറഞ്ഞാലും ഇവിടുത്തെ ചൂട് തന്നെയാണല്ലോ. മനുഷ്യന്മാരെ പോലെ തന്നെ മൃഗങ്ങൾക്കും അതൊരു പ്രശ്നമാണല്ലോ. ഇത് വഴിതെറ്റി വന്ന പൂച്ചയാണെന്ന് കേട്ടോ വിചാരിക്കുന്നത്. നമ്മുടെ ഈ ക്യാമ്പിങ്ങിൻ്റെ പെട്ടിയിലാണ് ആൾ കിടക്കാറ്. അപ്പം അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഓടിച്ച് വിടാറൊന്നുമില്ല കേട്ടോ. ഒരു 3-4 ദിവസമായിട്ട് നമ്മുടെ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ പൂച്ച. പക്ഷേ ഇപ്പം അതിനെ കാണാനില്ല. അപ്പം അത് ശരിയായിട്ടുള്ള വീട്ടിലെത്തിയെന്ന് വിചാരിക്കുന്നു.